എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡിന്റെ പാർട്ട് 19 ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇപ്പോൾ 18 നമ്മൾ വീഡിയോസ് ഉണ്ട് വേർഡിൽ. അതുപോലെ തന്നെ നമുക്ക് എക്സലും പവർ പോയിന്റ് ഉണ്ട്. നിങ്ങൾക്ക് MS ഓഫീസ് കോഴ്സായിട്ടൊക്കെ പഠിക്കണമെങ്കിൽ പ്ലേലിസ്റ്റിലുണ്ട്, നിങ്ങൾക്ക് അതെടുത്ത് പഠിക്കാവുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ക്ലാസ് എടുത്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് വേർഡിൽ ഹൊറിസോണ്ടൽ ലൈനെ കുറിച്ചാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഹൊറിസോണ്ടൽ ലൈന്, പക്ഷെ ഇത് സിമ്പിൾ ആയിട്ട്, അതായത് 5 മെത്തേഡിൽ നമുക്ക് ഹൊറിസോണ്ടൽ ലൈന് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും വേർഡിൽ. നമ്മൾ സാധാരണ കേസിൽ ലൈൻസ് ഇൻസേർട്ട് ചെയ്യുന്ന ഇൻസേർട്ട് മെനുവിൽ ഷേപ്സിലാണ് നമുക്ക് ലൈൻസ് ഉണ്ട്. ലൈൻ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വെർട്ടിക്കലോ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ലൈൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇത് നമ്മൾ സാധാരണ കേസിൽ ഇത് കറക്റ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത്, അതായത് നമ്മൾ ഇൻസേർട്ട് ലൈൻസ് എടുക്കുമ്പോൾ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് നമ്മൾ ഡ്രോ ചെയ്യുവാണെങ്കിൽ അത് കറക്റ്റ് ഹൊറിസോണ്ടലായിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. അതല്ല എങ്കിൽ ഹോം മെനുവിൽ ബോർഡേഴ്സ് ആൻഡ് ഷെയ്ഡിങ്ങിൽ ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ട്. ഹൊറിസോണ്ടൽ ലൈന് നമുക്ക് ഇങ്ങനെയും നമുക്ക് ഡിസ്പ്ലേ ചെയ്തു വരാം. ഇനി അതല്ല എങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ലൈൻസ് ഇൻസേർട്ട് ചെയ്യാന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ലൈൻസ് മതിയെങ്കിൽ നമ്മുടെ ഹൈഫൻ, അതായത് മൈനസ് സിമ്പിൾ ഒരു 3 അല്ലെങ്കിൽ 4 കൊടുത്താലും കുഴപ്പമില്ല. നമ്മൾ ലൈൻ വരയ്ക്കുക, എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ലൈൻ നമുക്ക് ഡിസ്പ്ലേ ഹൊറിസോണ്ടൽ ലൈൻ ഇൻസേർട്ട് ചെയ്ത് വരും. ഇനി നമുക്ക് ഡബിൾ ലൈനാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഈക്വൽ ടു നമ്മൾ എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്യുമ്പോൾ ഡബിൾ ലൈൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വരും. ഇനി നമുക്ക് ഡോട്ട് ആയിട്ടുള്ള ലൈൻസ് ആണ് വേണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർ ഇടുക, എൻ്റർ ചെയ്യുക. അപ്പോൾ ഡോട്ട് ആയിട്ടുള്ള ലൈൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വരും. ഹാഷ് സിമ്പിൾ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ലൈൻസ് ഉള്ള ലൈൻസ് ക്രിയേറ്റ് ചെയ്ത് വരും. ഇനി നമുക്ക് ടൈൽഡ് സിമ്പിളാണ് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യണം. ടൈൽഡ് സിമ്പിൾ യൂസ് ചെയ്യുമ്പോൾ 1 2 3 നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ സിക്സാക് മെത്തേഡിൽ ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്ത് വരും. ഇങ്ങനെ 5 മെത്തേഡിൽ സിമ്പിളായിട്ട് ലൈൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇത് നമ്മൾ സാധാരണ കേസിൽ നമ്മളിത് യൂസ് ചെയ്യുന്നത് ഇതുപോലെ ഡോക്യുമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡ് ഡോക്യുമെന്റ് എന്നുള്ള ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ലൈൻസ് വരണം. അങ്ങനെ പറഞ്ഞെങ്കിൽ ഇപ്പം നമുക്ക് ഡബിൾ ലൈൻസ് വന്നെങ്കിൽ നമ്മൾ ഈക്വൽ ടു സിമ്പിൾ ഇടുക, 3 ടൈംസ് എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ 4 ടൈംസ് ആയാലും കുഴപ്പമില്ല. എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഹൊറിസോണ്ടൽ ലൈൻസ് ഇൻസേർട്ട് ചെയ്ത് വരും. അതുപോലെ നമുക്ക് വേർഡിൻ്റെ ഇപ്പോൾ ഒരു പാരഗ്രാഫ് കഴിഞ്ഞ ശേഷം ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണമെങ്കിലും ഇതുപോലെ തന്നെ നമുക്കിപ്പോൾ സ്റ്റാർ ഡോട്ട് ലൈനാണ് വേണ്ടെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്താൽ മതി. ഇങ്ങനെ നമുക്ക് ഹൊറിസോണ്ടൽ ലൈന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇൻസേർട്ട് ചെയ്യാം. ഇത് നമ്മൾ ഓഫീസുകളിലൊക്കെ ജോലി ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഇതുപോലെ ഡോക്യുമെന്റിന്റെ ഒക്കെ നമുക്ക് മിഡിലൊക്കെ ആയിട്ട് നമുക്ക് ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അതോടൊപ്പം നിങ്ങൾ ഈ ചാനൽ മറ്റുള്ളവരെ കൂടി ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു.